ഹലോ ഗൈസ്, ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് കപ്പയും ഇറച്ചിയും, അതായത് കേരളത്തിൽ കപ്പ ബിരിയാണി എന്നറിയപ്പെടുന്ന കപ്പയും ഇറച്ചിയും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെയും ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമേ തന്നെ നമ്മുടെ കപ്പ തൊലി പൊടിച്ചെടുക്കാം. എന്നോട് കൂടെ വടക്കേ ഇന്ത്യയിലുള്ള, അതായത് ജാർഖണ്ഡിലുള്ള ഒരു മോഹൻ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് എനിക്ക് എല്ലാ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത്. ഇവിടെ നമ്മൾ കപ്പ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ്. കപ്പ വാങ്ങുമ്പോൾ നല്ല കപ്പ നോക്കി വാങ്ങണം. അത് കേരളമൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കപ്പ അധികം നാൾ വെച്ചാൽ അത് വാടി അത് കറയെല്ലാം ചറം വലിയാനിടയായിത്തീരും. അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ വയറിന് കേടാകും. അതേപോലെ കപ്പ ചെറുതായിട്ട് കൊത്തി നുറുക്കിയെടുത്തതിന് ശേഷം കപ്പ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ കഴുകിയിട്ട് കൊത്തി നുറുക്കി നമുക്ക് പാചകം ചെയ്യുകയും ചെയ്യാം. കാരണം അഴുക്കില്ലാതെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, 2 തവണ ക്ലിക്ക് ചെയ്താലേ എനേബിൾ ആകത്തുള്ളൂ. 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. എന്നിട്ട് കപ്പ നമുക്ക് ഒന്ന് കുക്കറിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊരു 5-6 വിസിലൊക്കെ ആകുമ്പോൾ ഏകദേശം കപ്പ വെന്ത് നല്ല പരുവത്തിലാകും. അല്പം ഉപ്പ് കൂടെ ചേർത്ത് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് നല്ലതായിരിക്കും. ഉപ്പും മഞ്ഞളും ചേർത്ത് കപ്പ കുക്കറിലിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം, കാരണം അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സത്തും ടേസ്റ്റും എല്ലാം കപ്പ വെള്ളം ഊറ്റിക്കളയുമ്പോൾ എല്ലാം പോകാനിടയായിത്തീരും. അതുകൊണ്ട് ആവശ്യത്തിന് അതൊന്ന് മൂടി നിൽക്കുന്ന ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കപ്പ മൂടി നിൽക്കുന്ന ആ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് സാവധാനം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പത്തേക്ക് വെക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടും നിങ്ങളൊന്ന് രേഖപ്പെടുത്താൻ നല്ലതായിരിക്കും. ഇപ്പോൾ 5-6 വിസിൽ അടിച്ചതിന് ശേഷം കപ്പ ഏകദേശം പരുവമായിട്ടുണ്ട്, അത് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതിൻ്റെ ആവിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പരുവത്തിനായിട്ടുണ്ട്. അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ കപ്പ ഏകദേശം വെന്ത് നല്ല പരുവമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അല്പം വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് ഊറ്റിക്കളയാം. കാരണം ആ വെള്ളമെല്ലാം പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പയുടെ എല്ലാ മുഴു ടേസ്റ്റോടു കൂടെ നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ഊറ്റിക്കളയാനായിട്ടുള്ള വെള്ളമൊന്നും ഇല്ല. ഏകദേശം നല്ല പരുവമായിട്ടുണ്ട്. കപ്പ വേവിക്കുമ്പോൾ ഇങ്ങനെ വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ വെള്ളമെല്ലാം ഊറ്റി കളയുന്നവർക്ക് വേണമെങ്കിൽ കളയാം. എന്നാൽ ഇതിൻ്റെ എല്ലാ സത്തും ആ വെള്ളത്തിലൂടെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ സാധ്യത ഇല്ല. കാരണം അടിക്ക് പിടിക്കാതെ ഇത് ഭംഗിയായിട്ടൊക്കെ എടുക്കണമെങ്കിൽ അത് ഇച്ചിരി ശ്രമകരമായ കാര്യമാണ്, ഭയമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഊറ്റി നോക്കിയാലും അധികം വെള്ളമൊന്നും കാണത്തില്ല. 1 ഗ്ലാസ് വെള്ളം പോലും കളയാൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ ഇതിൽ ഊറ്റിക്കളയാൻ തക്കൊണ്ടൊന്നുമില്ല. എല്ലാം കപ്പയിൽ തന്നെ, കപ്പയുടെ അംശങ്ങളെല്ലാം കപ്പയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കപ്പയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കപ്പയ്ക്ക് പ്രത്യേകിച്ച് വേസ്റ്റായിട്ടോ അല്ലെങ്കിൽ അഴുക്കായിട്ടോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അരി ഊറ്റുന്ന പോലെ ഊറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇറച്ചിയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ നമ്മൾ 1 കിലോ കപ്പ, 1.5 കിലോ കപ്പയും 1/2 കിലോ ഇറച്ചിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഇറച്ചി നമ്മൾ നന്നായി ഒന്ന്
കഴുകിയതിന് ശേഷം അതിൻ്റെ ചോരയെല്ലാം പോകുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഞെക്കിപ്പിഴിഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. നിങ്ങളുടെ മറ്റ് പല വീഡിയോകളും ഈ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല മനോഹരങ്ങളായ പല പല വീഡിയോകളെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കിംഗ് ചാനലല്ല. അപ്പോൾ ഇത് ഇന്ത്യ ട്രാവൽ വ്യൂസ് എന്നറിയപ്പെടുന്ന അനേക സ്ഥലങ്ങൾ സന്ദർശിച്ച് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് പല പല പുത്തൻ അനുഭവങ്ങളും നമുക്ക് ഈ വീഡിയോ എല്ലാം കാണുന്നതിലൂടെ നമുക്കുണ്ടാകും. ധാരാളം സ്ഥലപരിചയങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോകളും മറ്റുള്ള വീഡിയോകളും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കാണുകയും ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നമ്മൾ ഇറച്ചി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറച്ചിയിൽ ഇപ്പോൾ തൽക്കാലം ഉപ്പോ മുളകോ പൊടികളോ ഒന്നും തന്നെ ചേർക്കണമെന്നില്ല. ഇറച്ചി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതുകൊണ്ട് അതിനുശേഷം അതടപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇറച്ചി വേവിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്കൊരു തക്കാളി, വെളുത്തുള്ളി, അല്പം ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇറച്ചിക്കറി വെക്കുന്നതിനായിട്ട് അതെല്ലാം കൂടി ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് ആക്കുന്നത്. ഗ്രേവി എന്ന് പറയുമ്പോൾ വെള്ളം പോലെയല്ല, നല്ല കുറുക്ക് പരുവത്തിൽ നല്ല ഗ്രേവി ആയിട്ട് വേണം. അതിലേക്കായിട്ട് നമുക്ക് ഇനി ഇറച്ചി പാചകം ചെയ്യുന്നതിനായിട്ട് അല്പം നെയ്യ് കിട്ടിയിട്ടുണ്ട്. ആ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്ത് ഇറച്ചി തയ്യാറാക്കാൻ സ്റ്റൗവിൽ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇറച്ചി അടപ്പത്തിരുന്ന് വെന്ത് അതിൻ്റെ പരുവായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കൂട്ടുകളെല്ലാം റെഡിയാക്കാം. ആ നെയ്യും അല്പമൊക്കെ ഒന്ന് ഉരുകി വരും. ആ നെയ്യ് അതിലേക്ക് അല്പം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഇപ്പം നെയ്യും എല്ലാം ഏകദേശമൊക്കെ ഉരുകി ആ നെയ്യും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം ആ എണ്ണയിൽ കിടന്ന് നല്ല വെന്ത് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ഏകദേശം നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചു കൊടുക്കാം. അതെല്ലാം നല്ല അടർന്നടർന്ന് വരുന്ന രീതിയിൽ അതെല്ലാം ഒന്ന് കുത്തിയൊക്കെ കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വേകുന്ന രീതിയിൽ നല്ലൊന്ന് മൊരിഞ്ഞു വരുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും അതേപോലെ വേപ്പിലയും സവാളയും എല്ലാം ആ നെയ്യിൽ കിടന്നു പോകുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തിരിക്കുന്ന അത് ആ പേസ്റ്റ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഗ്രേവി പരുവത്തിൽ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഇറച്ചിക്കകത്ത് ഇതേപോലെ നല്ല ഗ്രേവി ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം പോലെ ഇരുന്നാൽ കപ്പ ഒരു കഞ്ഞി പോലെ ആയിപ്പോവും. അത് കഴിക്കാനായിട്ട് അത്ര ഭംഗി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നല്ല റോസ്റ്റ് പോലെ, കപ്പ റോസ്റ്റ് പോലെ ആ ഗ്രേവിയിൽ നല്ലവണ്ണം പിടിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ആകുന്നത്. ഏകദേശം നമ്മുടെ മസാലക്കൂട്ട് ഏകദേശം പരുവൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് അല്പം കളർന്ന് മാറി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം അതിന് നല്ല വിധത്തിൽ അത് നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല. അതൊന്ന് പെട്ടെന്ന്
അതിൻ്റെ രീതിയിൽ നല്ല മൊരിഞ്ഞ് നല്ല മൂത്ത് നല്ല പാകമാകുന്നത് വരെ അതൊന്ന് ചൂടാക്കി നല്ല ഇളക്കി കൊടുത്ത് നല്ല പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇറച്ചി മസാല ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മസാലയും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയാൽ അത് കരിഞ്ഞു പോകാനിടയായി തീരും. അതുകൊണ്ട് എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം ആ സവാള എല്ലാം ഇളക്കി വേകട്ടെ. അതിന്റെ പച്ചമണമൊക്കെ മസാലയുടെ പേസ്റ്റിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. അതേപോലെ നമ്മൾ കുരുമുളക് പൊടിയും 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഗരം മസാലയും 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, കോർഡമൻഡൽ പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അത് കരിഞ്ഞു പോകാനിടയായി തീരരുത്. അത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന പോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പരുവത്തിലൊക്കെ ആയി വരുന്നുണ്ട്. കരിഞ്ഞു പോകാതെ നോക്കണം. അതിൻ്റെ കളറ് ഒന്ന് മാറി ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല, പിന്നെ കരിഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പോൾ ഇറച്ചി മസാലക്കൂട്ടെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇറച്ചി നമ്മുടെ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇറച്ചിയും എല്ലാം അതിൻ്റെ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. ഒരു 10 20 വിസിലടിച്ചാലും കുഴപ്പമില്ല. എത്ര വേകുന്നോ അത്രയും നമ്മുടെ വായിനും പല്ലിനും നല്ലതാണ്. അതുകൊണ്ട് ഇറച്ചി 20 വിസിലടിച്ചാലും കുഴപ്പമില്ല. അതേപോലെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വേകുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് പോലെ നമ്മൾ ചവച്ച് നമ്മൾ വിഴുങ്ങേണ്ടി വരും. അപ്പം അതുകൊണ്ട് 10 വിസിലോ കൊണ്ടൊന്നും ഇറച്ചി നല്ലോണം വേഗത്തില്ല. ഒരു 20 വിസിലായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. നമുക്ക് ധാരാളം വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് സവാളയൊക്കെ ഒന്ന് വെന്ത് ആ വെള്ളവുമായിട്ട് യോജിച്ച് നല്ലൊരു ഗ്രേവി പരുവത്തിൽ ആയി വരും. അതാണ് നമ്മുടെ കണക്ക്. ഇപ്പോൾ ഇനി അതിൻ്റെ കളറെല്ലാം അല്പനേരം കഴിയുമ്പോൾ മാറി വരും. നല്ല ഗ്രേവി പരുവത്തിൽ ആകുന്നവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം അല്പം കൂടുതൽ ഒഴിച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം അല്പം ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി മാറി വരുന്നുണ്ട്. ഇനി വേഗം തോറും മസാലയൊക്കെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയുള്ള നല്ല ഒരു റോസ്റ്റ് കളറായിട്ട് വരാനിടയായിത്തീരും. ഇപ്പം നമ്മുടെ ഇറച്ചി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കകത്തും അല്പം വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളവും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കാവുന്നതാണ്. ഇറച്ചി നല്ല ആവശ്യത്തിന് നല്ലപോലെ പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 20 വിസിലാണ് നമ്മൾ അടിച്ചത്. അതുകൊണ്ട് ഇറച്ചി വായിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പല്ലിന് ഒന്നും കുഴപ്പം വരത്തില്ല. നല്ല ചവച്ചതിനും കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ നല്ല പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആ ഇറച്ചിയും വെള്ളവും എല്ലാം നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് വറ്റി വരുന്നവരെ
നമുക്ക് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി, ആ ഇറച്ചിയുടെ വെള്ളമെല്ലാം കളയരുത്. അതെല്ലാം അതിൽ തന്നെ കിടന്ന് വറ്റി വരുമ്പോൾ അതിന് ടേസ്റ്റ് നല്ല കൂടി വരാനിടയായിത്തീരും. ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി നല്ലവണ്ണം അതൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചെടുക്കുക. ഇനി അത് അല്പം ഒന്ന് തിളക്കട്ടെ. തിളച്ച് അതിൻ്റെ വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റിപ്പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇറച്ചിക്കറിക്ക് ആവശ്യമായ 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇറച്ചി ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ ഇറച്ചി വേകാൻ താമസിക്കും. അതുകൊണ്ട് ഇറച്ചി വെന്തതിന് ശേഷം വേണം നമ്മൾ എല്ലാ സാധനങ്ങൾക്കും വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താലായിരിക്കും നല്ല പരുവത്തിൽ വെന്ത് കിട്ടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കല്ല് പോലെ ആയിപ്പോവും, പെട്ടെന്ന് വേഗത്തില്ല, നമുക്ക് ഗ്യാസ് നഷ്ടം സമയം നഷ്ടമൊക്കെ ആയിത്തീരും. ഇപ്പൊ നമ്മുടെ ആ മസാല ഇറച്ചിക്കറി എല്ലാം കൂടി ചേർന്ന് നമ്മുടെ കറി പരുവത്തിലായിട്ടുണ്ട്. അത് നമ്മൾ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് നമ്മൾ കപ്പ വെച്ചിട്ടുണ്ടല്ലോ, ആ കുക്കറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇറച്ചിയും കപ്പയും തയ്യാറായി കഴിഞ്ഞു. ഇനി നല്ലവണ്ണം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കപ്പയും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇറച്ചിയും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചൂട് അല്പം ആറിക്കഴിയുമ്പോൾ ഇതൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ നല്ലൊരു പരുവത്തിൽ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്കത് കഴിക്കാൻ സാധിക്കും. ഇപ്പം ചൂടുള്ളത് കൊണ്ട് അതല്പം കുറുക്ക് പോലെ തോന്നിയാലും അല്പം ചൂടങ്ങ് കുറയുമ്പോൾ അതങ്ങ് നല്ലവണ്ണം ടൈറ്റ് അങ്ങനെ ആയിത്തീരും. ഇനി നമ്മൾക്ക് അതെടുത്ത് ഭക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് വായിലോട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ചൂട് കുറയാനായിട്ട് അല്പം താമസിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് കഴിക്കാൻ പറ്റിയ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇറച്ചിയും പ്ലേറ്റിലേക്ക് പകർന്ന്, ഞാനുമുണ്ട്, ജാർഖണ്ഡ് ഹിന്ദി പയ്യൻ മോഹനുമുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്ക് പ്ലേറ്റിലേക്ക് ഞങ്ങൾ പകരുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. ഇപ്പൊ അതിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരു നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരാൻ ഇടയായിത്തീരും. കാരണം നമുക്കറിയാം കപ്പ ഇറച്ചി എന്ന് പറയുമ്പോൾ കേരളക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ്. ഇപ്പൊ ഇത് വടക്കേ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഇതിപ്പോ ഫാഷനായി കഴിഞ്ഞു. എല്ലാവരും ഇത് കഴിക്കാൻ ശീലിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ ഇറച്ചിയും കഴിക്കാനായിട്ട് നോക്കാം. ഇത് തയ്യാറായിട്ടുണ്ട്, നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി ഈ കപ്പ ഇറച്ചിയും നമുക്ക് കഴിച്ചു നോക്കാം. ഒരു കഷ്ണം കപ്പയും ഒരു കഷ്ണം ഇറച്ചിയും ഫോർക്കിൽ എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂട് പറക്കുന്നുണ്ട്, നല്ല ചൂടാണ്. വായിലോട്ട് പെട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ വായെല്ലാം പൊള്ളിപ്പോവും. നമുക്ക് എന്തായാലും കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഉത്തരം പറയാം. സൂപ്പർ സൂപ്പർ, നല്ല വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ബോൺ അപ്പീറ്റി. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ കപ്പ ഇറച്ചിയും ഈ കപ്പ ബിരിയാണി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. മറുപടിയും ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഇനി ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക. മാക്സിമം എല്ലാ ദിവസവും പുതിയ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. അവരും ഇതുപോലെ ഭംഗിയായിട്ടൊക്കെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക.
വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.